സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ വൻ ലഹരിവേട്ട. കാസർഗോഡ് കാറിൽ കടത്തുകയായിരുന്ന 31 കിലോ കഞ്ചാവുമായി അന്തർ സംസ്ഥാന കുറ്റവാളി ലാല കബീറും കൂട്ടാളികളും പിടിയിലായി. കോഴിക്കോട് പാലാടിയിൽ MDMAയും ഹാഷിഷ് ഓയിലുമായി 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം പള്ളുരുത്തിയിൽ അടഞ്ഞുകിടന്ന വീടിന് മുന്നിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. ശനിയാഴ്ച രാവിലെ കുമ്പള ദേശീയപാതയിലെ ആരിക്കാട് ടോൾ പ്ലാസയ്ക്ക് സമീപം നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് കാഞ്ഞങ്ങാട് സ്വദേശിയായ ലാല കബീറും മുഹമ്മദ് നിഹാലും പിടിയിലായത്. കറുത്ത കാറിലാണ് ലഹരി കടത്തുന്നത് എന്നായിരുന്നു പോലീസിന് ലഭിച്ച രഹസ്യവിവരം. എന്നാൽ പ്രതികൾ സഞ്ചരിച്ച ഹോണ്ട സിറ്റി കാറിന്റെ നിറം വെള്ളയായിരുന്നു. കാർ ടോൾ പ്ലാസയിലെ ഹമ്പിൽ വേഗത കുറച്ച സമയം കാത്തുനിന്ന ഡാൻസ് ഓഫ് സംഘം ലാല കബീറിനെ തിരിച്ചറിയുകയും നിമിഷനേരം കൊണ്ട് വാഹനം വളയുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിന്റെ പിൻഭാഗത്ത് 2 പ്ലാസ്റ്റിക് ചാക്കുകളിലായി ഒളിപ്പിച്ച നിലയിൽ 31 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെയും SI KB ഗണേഷിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. കേസുകളിലെ പ്രതികളാണ്. ഡാൻസ് ഓഫ് നിരന്തരം നിരീക്ഷിച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ ഇവിടെ നടത്തിയിട്ടുള്ളത്. 31 കിലോ കഞ്ചാവുമായിട്ടാണ് അവരെ പിടിച്ചിട്ടുള്ളത്. എവിടുന്ന് വരുന്നത് മറ്റു ഡീറ്റെയിൽസ്? അവർ ഒറീസയിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്നാണ് പറയുന്നത്. കാഞ്ഞങ്ങാടേക്ക് കൊണ്ടുപോകുന്നത്. പിടിയിലായ ലാല കബീർ കവർച്ച, തട്ടിക്കൊണ്ടുപോകൽ, കൊട്ടേഷൻ ഉൾപ്പെടെ കേരളത്തിലും കർണാടകയിലുമായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മൈസൂർ ജയിലിലായിരുന്ന ഇയാൾ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. ലഹരിമരുന്ന് എത്തിച്ച ഉറവിടത്തെക്കുറിച്ചും വിതരണ ശൃംഖലയെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 3 നടന്ന പരിശോധനയിൽ 11 പേരാണ് പിടിയിലായത്. പാലാഴിയിൽ നടത്തിയ പരിശോധനയിൽ 7 ഗ്രാം MDMAയും 93 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരാപ്പറമ്പിൽ നിന്നും MDMA കച്ചവടക്കാരനായ മലപ്പുറം സ്വദേശി വാഹിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 2 ഗ്രാം MDMAയും ഡിജിറ്റൽ ത്രാസും കണ്ടെടുത്തു. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിൽ കൊളത്തറ റഹ്മാൻ ബസാർ സ്വദേശികളായ ഷിബിലി റഹ്മാൻ, സുഹേൽ എന്നിവരെ 19 ഗ്രാം MDMAയുമായി പോലീസ് വലയിലാക്കി. എറണാകുളം പള്ളുരുത്തിയിൽ അടഞ്ഞുകിടന്ന വീടിന് മുന്നിൽ 5 അടി ഉയരത്തിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 3 മാസമായി പണി പൂർത്തിയാകാതെ കിടക്കുന്ന 3 നില വീടിന്റെ മുൻവശത്താണ് സമീപവാസികൾ കഞ്ചാവ് ചെടി കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പള്ളുരുത്തി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി പള്ളിവാസൽ പോതമേടിൽ മൂന്നാർ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിനിയായ 72-കാരി ലക്ഷ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.